ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗചയജ്ഞത്തിന്റെ 354 ഭാഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീമതി സംഗീത കാസർഗോഡാണ്. നമുക്ക് വേണ്ടി വായിക്കുന്നതും അനുഭവം പങ്കുവയ്ക്കുന്നതും ഭജന പാടുന്നതും ശ്രീമതി ശാരദ അരവിന്ദ് ഡൽഹിയിൽ നിന്നാണ് പറയുന്നത്. ശാരദയുടെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഏറാടി കൃഷ്ണദാസ് അങ്കിളിന്റെ ചേട്ടന്റെ അനിയത്തിയാണ് ശാരദ. അതായത് ഏറാടി ഫാമിലിയിലുള്ള ആളാണ് ശാരദ. സായിരാം. ശാരദ 3 പ്രാവശ്യം ഓങ്കാരവും 3 സായി ഗായത്രിയും പറഞ്ഞിട്ട് വായിച്ചോളൂ. സായിരാം. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഞാൻ വായിക്കാൻ പോകുന്നതും അനുഭവം പറയാൻ പോകുന്നതും എല്ലാം സ്വാമിയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഞാനത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പുസ്തകങ്ങൾ വായിക്കാറുണ്ടെങ്കിലും പുറമെ എവിടെയും പോയി വായിക്കുകയോ അനുഭവം പറയുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പാകപ്പഴ വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക. വത്സല പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഈ ധൈര്യം കാണിക്കുന്നത്. 2020 ഫെബ്രുവരി സനാതന സാരഥിയിലെ ബന്ധനം മോചനം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ വായിക്കുന്നത്. അനേകം തവണ നഖം മുറിച്ചു കളയുന്നത് പോലെ താൽക്കാലിക മാസഫലമായ സ്ഥൂല ശരീരവും പല പ്രാവശ്യം ഒരാൾക്ക് ഉപേക്ഷിക്കുവാൻ കഴിയും. എന്നാൽ സൂക്ഷ്മ ശരീരം മാറ്റുവാൻ സാധ്യമല്ല. അത് നിലനിൽക്കുകയും നിർബന്ധമായി തുടരുകയും ചെയ്യുന്നു. ഭാരതീയമായ ആധ്യാത്മിക ചിന്തയുടെ ഏറ്റവും രഹസ്യമായ തത്വം ഇതാകുന്നു. ഈ വഴിയിലൂടെ കൂടുതലായി സഞ്ചരിക്കുന്ന പക്ഷം മനുഷ്യൻ സ്ഥൂല ശരീരത്തിന്റെയും സൂക്ഷ്മ ശരീരത്തിന്റെയും ജീവന്റെയും സങ്കീർണ സഞ്ചയമാണ് എന്ന് വെളിപ്പെടും. സ്ഥൂല ശരീരം പ്രാണന്റെയും ആകാശത്തിന്റെയും സങ്കലനത്തിന്റെ ഫലമാകുന്നു. അതുകൊണ്ട് അത് അതിന്റെ ഘടകങ്ങളിലേക്ക് സ്വയം വിഘടനം ചെയ്യുന്നു. സൂക്ഷ്മ ശരീരവും വിഘടിക്കുന്നു, പക്ഷെ വളരെ ദീർഘകാലത്തിന് ശേഷം മാത്രം. പക്ഷെ ജീവൻ ഒരുമിച്ച് കൂട്ടിച്ചേർത്തതല്ല. അതുകൊണ്ട് അത് വേർപിരിയുകയില്ല. അതിന് ജന്മമില്ല. അതിന് ജനിക്കുവാൻ സാധ്യമല്ല. ഒരു ഏകമാത്ര അംഗവിഹീനത്വത്തിന് ജന്മനിമിഷമുണ്ടാകുവാൻ പറ്റില്ല. കോടാനുകോടി വിഭിന്നങ്ങളായ പദാർത്ഥങ്ങളും ശക്തികളും സംഭവങ്ങളും ഉൾക്കൊള്ളുന്ന പ്രകൃതി അഥവാ വസ്തുനിഷ്ഠമായ ലോകം ഈശ്വരേച്ഛയാൽ ഭരിക്കപ്പെടുന്നു. ദൈവം സർവജ്ഞനും സർവവ്യാപിയും സർവം ഉൾക്കൊള്ളുന്നവനുമാകുന്നു. ഭഗവാൻ പ്രകൃതിയെ ചൈതന്യവത്താക്കുകയും എല്ലാ കാലത്തും പ്രകൃതിയിലൂടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. പ്രകൃതി എപ്പോഴും ഭഗവാന്റെ മേൽനോട്ടത്തിലാണ്. ഭഗവാന്റെ അധീശത്വം ആദിയും അന്തവുമില്ലാത്തതാകുന്നു. ഇതാണ് ദ്വൈത സിദ്ധാന്തം. ഇതൊരു ചോദ്യത്തിന് ഇടയാക്കുന്നു. ദൈവം ലോകത്തെ ഭരിക്കുമ്പോൾ അത് അധാർമികവും നികഷ്ടവുമാകുവാൻ എന്താണ് കാരണം? എന്തിന് ഭഗവാൻ അത് അനുവദിക്കുന്നു? ദുഃഖത്തിനും വേദനയ്ക്കും ദൈവം ഉത്തരവാദിയല്ല. നാം ചെയ്യുന്ന പാപകർമ്മങ്ങളാണ് ദുഃഖത്തിന്റെ ജനയിതാക്കൾ എന്നുത്തരം. സന്തോഷവും സങ്കടവും മനുഷ്യൻ ചെയ്യുന്ന നന്മയുടെയും തിന്മയുടെയും അനന്തരഫലങ്ങളാകുന്നു. ദൈവം സാക്ഷിയാകുന്നു. ഭഗവാൻ ശിക്ഷിക്കുകയോ ദുഃഖം വരുത്തുകയോ ചെയ്യുന്നില്ല. ജീവന് ആദിയില്ല, അതായത് അവന് ജന്മമില്ല. എങ്കിലും ഇടതടവില്ലാത്ത പ്രവർത്തനത്തിൽ സ്വയം അകപ്പെടുന്നു. ആ കർമ്മങ്ങളുടെ അനിവാര്യമായ അന്തരഫലങ്ങളിലൂടെ അതിനാൽ അവന് കടന്നു പോകേണ്ടി വരുന്നു. ഇത് ഓരോരുത്തന്റെയും അനുഭവമാകുന്നു, ഓരോരുത്തന്റെയും സ്വഭാവ വിശേഷമാകുന്നു.
ഇത് പ്രകൃതിയുടെ അലംഘനീയമായ നിയമമാണ്. സുഖമായാലും സന്തോഷമായാലും അത് അവൻ ചെയ്ത പ്രവർത്തനത്തിന്റെ പ്രതിബിംബമാണ്. അത് മാറ്റൊലിയോ പ്രതികരണമോ ആകുന്നു. കർമ്മത്തിന്റെ നന്മ തിന്മകളെ പറ്റി സ്വയം ചിന്തിക്കാതെ ഉത്കണ്ഠയില്ലാതെ ജീവന് സാക്ഷിയാകുവാൻ കഴിയും. നന്മ ചെയ്യുമ്പോൾ നന്മയും തിന്മ ചെയ്യുമ്പോൾ തിന്മയും അനുഭവിക്കേണ്ടി വരും. ജീവി അതിന്റെ ശരിയായ പ്രകൃതി അനുസരിച്ച് പരിശുദ്ധവും കളങ്കമില്ലാത്തതുമാകുന്നു എന്ന് വേദാന്തം ഉറപ്പിച്ചു പറയുന്നു. ഭാരതീയ ചിന്തയനുസരിച്ച് ഇത് അംഗീകരിക്കപ്പെട്ട സിദ്ധാന്തമാകുന്നു. എങ്കിലും ഈ സത്യം അജ്ഞാനത്താലും അവഗണനയാലും മൂടപ്പെട്ടിരിക്കുന്നു. അജ്ഞത തിന്മയെ പെറ്റുവളർത്തുന്നു. എന്നാൽ സൽക്കർമ്മത്തിൽ മുഴുകുമ്പോൾ മായാമേഘങ്ങൾ ഛിന്ന ഭിന്നമാക്കപ്പെടുകയും ആത്മസത്യം വെളിവാക്കപ്പെടുകയും ചെയ്യും. എല്ലാ ജീവികളും അവയുടെ ശരിയായ പ്രകൃതിക്കനുസരിച്ച് പരിശുദ്ധമാകുന്നു. സൽക്കർമ്മങ്ങൾക്ക് ദുഷ്കർമ്മങ്ങളുടെ കടുതിൽ നീക്കം ചെയ്യുവാനും അതിന്റെ സർവപ്രധാനമായ പരിശുദ്ധിയെ സംരക്ഷിക്കുവാനും കഴിയും. അപ്പോൾ ജീവൻ ദേവപാതയിലേക്ക് ആനയിക്കപ്പെടുന്നു. ഈശ്വരനോടുള്ള ആഗ്രഹം വ്യക്തിയുടെ വാക്കുകളെയും ചിന്തകളെയും രൂപപ്പെടുത്തും. വാക്കുകൾ കൂടാതെ ചിന്തിക്കുവാൻ സാധ്യമല്ല. ജീവൻ ദേഹത്തെ ഉപേക്ഷിക്കുമ്പോൾ വാക്കുകൾ മനസ്സിലേക്ക് പ്രവേശിക്കുന്നു. മനസ്സ് പ്രാണനിലേക്ക് പ്രവേശിക്കുന്നു. പ്രാണൻ ആത്മാവിൽ ലയിക്കുന്നു. ദേഹാധിഷ്ഠിതമായ ആത്മാവ് മോചനം പ്രാപിക്കുമ്പോൾ സൂര്യലോകത്തിലേക്ക് കുതിക്കുന്നു. അവിടെ നിന്ന് ബ്രഹ്മലോകത്തിലെത്തുന്നു. അവിടെ എത്തിക്കഴിഞ്ഞാൽ ജീവാത്മാവിന് പ്രകൃതിയുമായി ബന്ധമില്ലാതായി തീരുന്നു. കാലാവസാനം വരെ അവിടെ നിലനിൽക്കുന്നു. അത് അതിരറ്റ ആനന്ദം അനുഭവിക്കും. സൃഷ്ടിക്കുവാനുള്ള ശക്തി ഒഴിച്ച് അതിന് എല്ലാ ശക്തികളും ഉണ്ടാകും. പ്രപഞ്ച വ്യവസ്ഥയെ ഭരിക്കുവാനുള്ള അധികാരം ദൈവത്തിന് മാത്രമായുള്ളതാണ്. സർവ്വ ആഗ്രഹങ്ങളിൽ നിന്നും ദൈവം സ്വതന്ത്രനാണ്. ഭഗവാന് പ്രേമം അർപ്പിക്കുകയും പ്രേമത്തിലൂടെ ഭഗവാനെ ആരാധിക്കുകയും മാത്രമാകുന്നു മനുഷ്യന്റെ കടമ. ജീവികളിൽ അത്യുന്നത പദവിയിലേക്ക് അത് മനുഷ്യനെ ഉയർത്തുന്നു. ഈ പദവിയെ പറ്റി അറിയാത്തവർ അല്ലെങ്കിൽ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുവാൻ പ്രാപ്തരല്ലാത്തവർ എങ്ങനെ മനുഷ്യരാകും? അവരും നിവേദ്യം നൽകുകയും ആരാധന നടത്തുകയും ചെയ്യുന്നു. പ്രയോജനപ്രദമായ പ്രവർത്തനങ്ങളിൽ അവരും വ്യാപകരാകുന്നു. പക്ഷെ ആശിക്കുന്ന ഫലങ്ങൾക്ക് വേണ്ടി അവർ കെഞ്ചുന്നു. കർമ്മത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഫലങ്ങളെ ഓർത്ത് ആ അഭിലാഷത്താൽ പ്രചോദിതരായി അവർ കർമ്മങ്ങൾ ചെയ്തു കൂട്ടുന്നു. നിസ്സഹായരെ നാം സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ മാർഗം സ്നിഗ്ധവും സുരക്ഷിതവുമാണ്. മർദ്ദിതരെ നാം ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാകുന്നു. ഭഗവത് മഹിമയെ പറ്റി ഭജന പാടുന്നതിൽ നാം നിരതരായിരുന്നു. അതുകൊണ്ട് സ്വർഗം നമുക്ക് ഉറപ്പാണ്. സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരാകുന്ന ജനങ്ങളുടെ കണക്കുകൂട്ടൽ ഈ വിധമാകുന്നു. അത്തരം ആളുകൾ അവരുടെ ദേഹം ഉപേക്ഷിക്കുമ്പോൾ, അതായത് മരിക്കുമ്പോൾ, അവരുടെ വാക്കുകൾ അവരുടെ മനസ്സിൽ ലയിക്കും. അവരുടെ മനസ്സ് അവരുടെ പ്രാണനിലും, അതിനുശേഷം പ്രാണൻ ജീവനിൽ ലയിക്കും. ജീവാത്മാവ് ചന്ദ്രലോകത്തിൽ സഞ്ചരിക്കും. ചന്ദ്രലോകം മനസ്സിന്റെ അതിദേവതയാണ്. ആവശ്യങ്ങളുടെയും ആശകളുടെയും അതിന്റെ അസ്വസ്ഥകളും അങ്കലാപ്പുകളും എല്ലാം കൂടിയ മനസ്സിന്റെ മണ്ഡലത്തിൽ അവർ വീണ്ടും പ്രവേശിക്കും. ചന്ദ്രലോകത്തിൽ സൽക്കർമ്മങ്ങളുടെ ഫലം നിലനിൽക്കുന്നതുവരെ അല്പം സന്തോഷവും സംതൃപ്തിയും അത്തരം ജീവികൾ അനുഭവിക്കും. അതുകൊണ്ടാണ് വേദങ്ങളിൽ പറയുന്നത് ക്ഷീണേ പുണ്യ മർത്യലോകം വിശന്തി. അവർ വീണ്ടും മനുഷ്യലോകത്തിൽ പ്രവേശിക്കുന്നു. മുൻജന്മ കർമ്മഫലങ്ങൾക്ക് അനുഗുണമായ ബോധേന്ദ്രിയം തുടങ്ങിയവയാൽ സജ്ജമായ ദേഹമെന്ന ഉറയിൽ ജീവാത്മാവ് പ്രവേശിക്കുകയും മറ്റൊരു ജീവിതക്രമം ആരംഭിക്കുകയും ചെയ്യുന്നു. അത്യുന്നതമായ പുണ്യം അനുഷ്ഠിച്ച വ്യക്തി ദേവേന്ദ്ര പദവിയിലേക്ക് ഉയർത്തപ്പെടും. ആ സ്ഥാനത്തേക്ക് നേരത്തെ ഉയർത്തപ്പെട്ട ആത്മാവ് ഭൂമിയിലേക്ക് വരികയും മനുഷ്യരൂപത്തിൽ അതിന്റെ ജീവിതക്രമം പുനരാരംഭിക്കുകയും ചെയ്യുന്നു. ഭൂമിയിൽ രാജാക്കന്മാർ മാറുന്നത് പോലെ സ്വർഗത്തിലും ഭരണാധികാരികൾക്ക് ആരോഹണത്തു നിന്നും അവരോഹണത്തു നിന്നും രക്ഷപ്പെടുവാൻ സാധ്യമല്ല. ചന്ദ്രലോകത്തിൽ ദേവൻ എന്ന നിലയ്ക്ക് ജീവാത്മാവ് ഇരിക്കുമ്പോൾ ഒരു കർമ്മവും പ്രത്യക്ഷത്തിൽ ചെയ്യുവാൻ അതിന് സാധ്യമല്ല. മനുഷ്യന് മാത്രമേ കർമ്മത്തിലൂടെ സ്വയം പ്രകാശനം ചെയ്യുവാൻ കഴിയൂ. ആ കർമ്മം അതിന്റെ അനന്തരഫലം കൊണ്ട് അവനെ ബന്ധിക്കുന്നു. ഫലത്തിൽ കണ്ണുവെച്ചുകൊണ്ട് ആഗ്രഹത്തോടുകൂടി ഏറ്റെടുക്കുന്ന പ്രവർത്തനത്തെ കർമ്മം എന്ന് പറയുന്നു. ദേവൻ എന്ന നിലയ്ക്ക് ആത്മാവ് ചന്ദ്രലോകത്തിലാകുമ്പോൾ അത് സന്തുഷ്ടനും സംതൃപ്തനുമാണ്. അതുകൊണ്ട് സുഖസമ്പാദനത്തിനോ ഏതെങ്കിലും വിജയം കൈവരിക്കുവാനോ ഉള്ള കർമ്മത്തിനു വേണ്ടി അത് കെഞ്ചുകയില്ല. ആ ലോകത്തിലെ അധിവാസം സൽക്കർമ്മങ്ങൾ മൂലം നേടിയെടുത്ത പാരിതോഷികമാണ്. അല്ലെങ്കിൽ അത്തരം നന്മ നേടിയ സമ്മാനമായിരിക്കാം. സൽക്കർമ്മങ്ങളിൽ നിന്നുണ്ടായ ആനന്ദം അനുഭവിക്കുകയും അവസാനിക്കുകയും ചെയ്യുമ്പോൾ സഞ്ചിതമായ ഫലങ്ങളിലെ ബാക്കി ഭാഗം അനുഭവിക്കേണ്ടതായി ഉണ്ട്. അതുകൊണ്ട് ഭൂമിയിൽ മനുഷ്യനായി ആ ആത്മാവ് തിരിച്ചു വരുന്നതാണ്. അപ്പോൾ അത്യുന്നതമായ നന്മകൾ പ്രാപിച്ച് സൽക്കർമ്മങ്ങളിൽ വ്യാപൃതനായും അവര് തന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാനും ബ്രഹ്മലോകം പ്രാപിക്കുവാനും കഴിയും. ബ്രഹ്മലോകത്ത് നിന്ന് തിരിച്ചു വരവില്ല. വേദങ്ങളിൽ എവിടെയും നരകമെന്ന വാക്ക് കാണാനില്ല. നരകം എന്ന സങ്കല്പം ഭാരതീയ ആധ്യാത്മിക ചിന്തയ്ക്ക് അന്യമാണ്. നരകം എന്ന ആശയവും നരകത്തെ സംബന്ധിച്ച വിവിധ വിവരണങ്ങളും ശാസ്ത്രങ്ങളിലും പുരാണങ്ങളിലും പിന്നീട് ചേർത്തിട്ടുള്ളവയാണ്. നരകം എന്ന സങ്കല്പം സ്ഥാപിച്ചിട്ടില്ലെങ്കിൽ മാത്രം നരകം എന്ന സങ്കല്പം
സ്ഥാപിച്ചിട്ടില്ലെങ്കിൽ മതം അപൂർണമാകുമെന്ന് ആ ഗ്രന്ഥകർത്താക്കൾ വിശ്വസിച്ചു. നരകം സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം പാപകർമ്മങ്ങൾ ഉപേക്ഷിക്കുവാൻ വേണ്ടി ജനങ്ങൾക്കിടയിൽ ഭീതി ഉയർത്തുക മാത്രമായിരുന്നു. എന്നാൽ അദ്വൈതം സ്വർഗത്തെയോ നരകത്തെയോ സിദ്ധമായി സങ്കല്പിക്കുന്നില്ല. അത് ബന്ധനത്തെയും മോചനത്തെയും പറ്റി, അജ്ഞാനത്തെയും പ്രബോധനത്തെ പറ്റിയും മാത്രം ചർച്ച ചെയ്യുന്നു, ബോധ്യപ്പെടുത്തുന്നു. അത് വേദാന്തമെന്ന് അറിയപ്പെടുന്നു. വേദാന്തത്തെക്കാൾ ഉന്നതമായ മറ്റൊന്നില്ല. ശ്രീ സത്യസായി വാസുദി. ശാരദ ആദ്യമായിട്ട് വായിച്ചാണെങ്കിൽ ഉഗ്രൻ വായന, നല്ല വായനയായിരുന്നു കേട്ടോ. സായിരാം, അനുഭവം പറഞ്ഞോളൂ. ഭഗവാന്റെ അപാര കൃപ കൊണ്ട് അനുഗ്രഹീതരായ ഏറാടി കുടുംബത്തിലെ അംഗമാണ് ഞാൻ. എന്റെ സഹോദരന്മാരായ കൃഷ്ണദാസ്, കുട്ടേടൻ, ഹരിദാസ്, ശിവദാസ് കൊല്ലങ്ങളോളം ഭഗവത് സന്നിധിയിൽ മുന്നിലിരുന്ന് പാടുവാൻ അവസരം ലഭിച്ച ആൾക്കാരാണ്. ഞങ്ങളുടെ അച്ഛന്റെ ഒരു കസിനാണ് തോന്നുന്നു, സ്വാമിയുടെ ഒരു പുസ്തകം കൊടുത്തിരുന്നു. മിസ്റ്റർ കസ്തൂരിയുടെ സത്യം ശിവം സുന്ദരം ആണെന്നാണ് ഓർമ്മ. അങ്ങനെ അച്ഛൻ മുഖാന്തരം ഞങ്ങൾ എല്ലാവരും ഇതിലേക്ക് വന്നു. 60-ലാണെന്നാണ് ഓർമ്മ. 64-ൽ മൂത്ത സിസ്റ്ററുടെയും എന്റെയും മാരേജ് നടന്നു. 3 months ഡിഫറൻസ്. രണ്ടുപേർക്കും സ്വാമിയുടെ ഫ്രെയിം ചെയ്ത ചെറിയ ഫോട്ടോ ആണ് അച്ഛൻ പോകുമ്പോൾ തന്നത്. എന്റെ ഹസ്ബൻഡിനോ ഫാമിലിക്കോ സ്വാമിയിൽ വിശ്വാസമൊട്ടും ഉണ്ടായിരുന്നില്ല. ആ കാലത്ത് സ്വാമിയെ പറ്റി അധികം അറിഞ്ഞിട്ടുമില്ല. ഡൽഹിയിൽ പൂജാസ്ഥലത്ത് മറ്റു ഫോട്ടോന്റെ കൂടെ അതും വെച്ചു. ഇതൊന്നും ഉണ്ടായിരുന്നില്ല. എന്റെ നോർമൽ മാരീഡ് ലൈഫ് ആദ്യകാലം വളരെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഞാൻ ഓൾമോസ്റ്റ് ഡിപ്രഷനിൽ പോയിരുന്നു. 64 ഒക്ടോബറിലാണ് ഡൽഹിക്ക് പോയത്. 65 മെയ് ലാസ്റ്റ് ജൂണിൽ നാട്ടിലേക്ക് വന്നപ്പോൾ എന്നെ കണ്ടിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് എല്ലാവർക്കും തോന്നി. പക്ഷെ ആരും ചോദിച്ചതുമില്ല, ഞാനൊന്നും പറഞ്ഞതുമില്ല. ഒരു ദിവസം അച്ഛന്റെ ക്ലോസ് ആയ ഒരു ഫ്രണ്ട് മിസ്റ്റർ ശങ്കരേരും കൂട്ടി എന്നെ ഒരു ടാക്സിയിൽ സ്വാമിയുടെ ദർശനത്തിന് കൊണ്ടുപോയി. അന്ന് സ്വാമി ഭഗവാൻ ഊട്ടിയിലായിരുന്നു. അവിടെ സ്പീച്ച് നടക്കുകയാണ്. ജനസമുദ്രമാണ് അവിടെ. എത്രയോ ദൂരെ എനിക്ക് നിൽക്കാൻ സ്ഥലം കിട്ടി. സ്പീച്ച് മനസ്സിലാക്കാനുള്ള മാനസിക നില ആയിരുന്നില്ല ഞാൻ. സ്വാമിയുടെ ഓറഞ്ച് ഡ്രസ് മാത്രമേ കാണാൻ പറ്റിയിരുന്നുള്ളൂ. സ്വാമിയുടെ ഫേസ് ഒന്നും ക്ലിയർ ആയി കണ്ടിട്ടില്ല. പക്ഷെ ഭഗവാൻ എത്ര ദൂരെയായാലും നമ്മളെ കാണാൻ പറ്റും. ഏതായാലും സ്പീച്ച് കഴിഞ്ഞ് മടങ്ങുമ്പോൾ മനസ്സിന് എന്തോ വ്യത്യാസം വന്നിരുന്നു. എന്താണെന്ന് പറയാൻ അറിയില്ല. പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഡിപ്രഷൻ ഉണ്ടായിരുന്നില്ല. വെറും ദൂരദർശനം, അത്രമാത്രം. ആദ്യത്തെ അനുഭവം എന്റെ അതായിരുന്നു. 1981 കുട്ടേറിനോട് എല്ലാവരെയും കൂട്ടി പുട്ടപ്പർത്തിക്ക് വരാൻ കൃഷ്ണദാസ് സ്വാമി പറഞ്ഞു. ഞാൻ ഡൽഹിയിൽ നിന്ന് കോഴിക്കോട്ട് പോയി. അച്ഛന്റെ അമ്മയുടെ എല്ലാവരുടെയും കൂടെ പർത്തിക്ക് പോയി. കുട്ടികൾക്ക് ലീവ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് പുട്ടപ്പർത്തിക്ക് പോയത്. ഇതിന് മുമ്പ് മദ്രാസിൽ വെച്ചിട്ടും വൈറ്റ്ഫീൽഡിൽ വെച്ചിട്ടും സ്വാമിയുടെ ദർശനം പാദനമസ്കാരം കിട്ടിയിട്ടുണ്ട്. പക്ഷെ പർത്തിയിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ വരുന്നത്. പിന്നെ ഓണക്കാലത്തും കുട്ടികൾക്ക് മെയ് ജൂൺ വെക്കേഷനിലും പർത്തിയിൽ വരാറുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാ കൊല്ലവും 4 മാസം അവിടെ പർത്തിയിൽ ഉണ്ടാവും. പഴയ സ്റ്റോറിൽ പൂർണ്ണചന്ദ്രയുടെ മുന്നിലായിരുന്നു എല്ലാ പ്രാവശ്യവും ഞാൻ സേവ ചെയ്തിരുന്നു. അവിടുത്തെ ശിവാലയത്തില് എല്ലാ സൺഡേയും പോയിട്ട് വിളക്ക് കഴുകുക, 4 മുറ അടിച്ചു വൃത്തിയാക്കുക എല്ലാം ചെയ്തിരുന്നു. ഞങ്ങൾ കുറച്ച് സ്ത്രീകൾ 4-5 പേരാണ്. എന്റെ സിസ്റ്ററുടെ മകൾ രാധയും കൂടെ ഉണ്ടാവും. തിങ്കളാഴ്ച പ്രത്യേകം പൂജയും അഭിഷേകവും ഒക്കെ ഉണ്ടാകും. ഇപ്പോൾ എല്ലാം സേവാദാനാണ് ചെയ്യുന്നത്. ആ പൂജയ്ക്കുള്ളതൊക്കെ ഞങ്ങളായിരുന്നു തലേ ദിവസം പോയി ചെയ്തിരുന്നത്. പിന്നെ ഡൽഹിയിൽ സ്ലം ഏരിയയിലാണ് ഞങ്ങൾ എല്ലാ സൺഡേയും ബാലവികാസ് നടത്തിയിരുന്നു. ആർക്കേപുരം എല്ലാം പ്രവൃത്തിക്കാരുടെ മക്കളാണ്. അതായത് വീടുകളിൽ പോയി അടിച്ചു തുടയ്ക്കുക, പാത്രം തേക്കുക. അവർ പോകുമ്പോൾ ചെറിയ കുട്ടികളെ മൂത്ത കുട്ടികളുടെ അടുത്താക്കി കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് അവർ പണിക്ക് പോകും. ഞങ്ങൾ സൺഡേ പോയാൽ ചെറിയ കുട്ടികളെ ഞങ്ങളുടെ മടിയിലിരുത്തി വലിയ കുട്ടികൾക്ക് ക്ലാസ് എടുക്കും. ഞാൻ പർത്തിയിൽ പോകുമ്പോൾ ഈ കുട്ടികൾക്ക് ചെയിനോ എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ വാങ്ങി സ്വാമിയെ കൊണ്ട് ബ്ലെസ് ചെയ്യിക്കാനിരിക്കും. സ്വാമി 2 കൈ കൊണ്ടും എന്റെ കൈ അടക്കം അനുഗ്രഹിക്കും. ആ സമയത്ത് സന്തോഷം ഭയങ്കരമാണ്. കാരണം അത് സ്വാമിയുടെ റെക്കഗ്നീഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഡൽഹിയിൽ ചെയ്താലും സ്വാമി എല്ലാം അറിയേണ്ടത് എന്നാണ് എന്റെ വിശ്വാസം. ഒരു പ്രാവശ്യം ബർത്ത്ഡേക്ക് ഊഞ്ഞാൽ ദർശനം കാണാൻ പോയത് പറയാം. മൂത്ത സിസ്റ്ററും ഞാനും കൂടി വയസ്സായ അമ്മയും കൊണ്ട് ഊഞ്ഞാൽ ദർശനം കാണാൻ പോയി. പൂർണ്ണചന്ദ്ര ഓഡിറ്റോറിയത്തിൽ സ്വാമിയുടെ പൂർണ്ണചന്ദ്ര ഓഡിറ്റോറിയത്തിലായിരുന്നു അന്ന് ഫംഗ്ഷൻ. ഭക്തന്റെ മനസ്സ് അമ്മയുടെ വേദനിച്ചാൽ പ്രാർത്ഥിക്കുകയും
ഭക്തന്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്നിട്ട് ഞങ്ങളുടെ അല്ല. വേണ്ട, സ്വാമി സഹായിക്കുമെന്ന് മനസ്സിലാക്കിയ അനുഭവമായിരുന്നു. പൂർണ്ണചന്ദ്ര ഹാളിലാണ് ആഘോഷം. വേദിയിൽ ഊഞ്ഞാൽ അലങ്കരിച്ചു വെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് കുറെ മുമ്പേ പോയി ഇരിക്കാൻ പറ്റില്ല. ബാലേട്ടൻ 3 പാസ് തന്നിട്ടുണ്ട്. അമ്മയ്ക്ക് മുന്നിലിരുന്ന് കാണാം. കാഴ്ച വളരെ കുറവാണ്. VIP പാസില് നമുക്ക് മുമ്പിൽ ഇരിക്കാനും പറ്റും. അന്നൊക്കെ മുളകൊടി വെച്ചിട്ടാണ് ആൾക്കാരെ ഉള്ളിലേക്ക് വിടുക. ഞങ്ങൾ മുളകൊടിയിൽ നിന്ന് എത്രയോ ദൂരെയാണ്. അത്ര തിരക്കാണ്. ദൂരത്ത് നിന്ന് പാസ് കാണിച്ചു കൊടുത്തു. അടുത്തേക്ക് വന്നാൽ കയറ്റാം, അല്ലാതെ ഞങ്ങൾ എന്താ ചെയ്യാ ചോദിച്ചു. അത് സത്യമാണ്, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ രണ്ടും കൽപ്പിച്ച് അമ്മയെ ഞങ്ങൾ രണ്ടുപേരും കൂടി കൂട്ടിപ്പിടിച്ച് കൈ കോർത്ത് പിടിച്ച് കിടക്കിനുള്ളിൽ തള്ളി മൂന്നിൽ കയറി. അമ്മ വീഴരുത്, അമ്മയ്ക്കൊന്നും പറ്റരുതെന്നേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് നെഞ്ഞത്ത് നല്ലൊരു ഇടി കിട്ടി. ആരെയും കുറ്റം പറയാനില്ല, എല്ലാവർക്കും ഉള്ളിൽ കയറണം. അമ്മയ്ക്കൊന്നും പറ്റാതെ ഏതായാലും അകത്ത് കയറാൻ പറ്റി. ഈ പാസ് കാരണം ഞങ്ങൾ കുറച്ച് മുന്നിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞപ്പോ അവിടുത്തെ മെയിൻ പ്രധാനി മാതാജി വന്ന് എഴുന്നേറ്റ് സൈഡിലേക്ക് പോകാൻ പറഞ്ഞു. ചെയറിൽ ഇരിക്കുന്നവരുടെ മുന്നിലാണ് ഇരിക്കാൻ പറഞ്ഞത്. അമ്മ ചെയറിൽ ഇരിക്കില്ല. അപ്പൊ അവിടെ നിലത്തിരുന്നു. ചെയറുടെ മുന്നിൽ നിലത്ത് അവിടെ ഇരുന്നു അമ്മ. ഞങ്ങളും ഇരുന്നു. അമ്മയ്ക്കും കാണില്ല, എനിക്കും കാണില്ല. പക്ഷെ അവിടെ ഇരുന്നു. മാതാജി പറഞ്ഞാലോ ഒന്നും ചെയ്യാൻ പറ്റില്ല. വലിയ തിരക്കായിട്ടില്ല. അപ്പൊ ആൾക്കാരെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും മുന്നിൽ കുറെ സ്ഥലം അവരെ ഒഴിച്ചിടും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആൾക്കാർ മുഴുവൻ സ്വാമി സ്റ്റേജിലേക്ക് വരുമ്പോ ഈ സ്റ്റേജിന്റെ മുന്നിൽ 3 ലൈറ്റ് ഉണ്ട്. അത് കത്തും മുകളില്, സ്റ്റേജിന്റെ മുകളില് സ്വാമി വരുമ്പോ. അപ്പൊ അന്ന് ഇങ്ങനെ ആൾക്കാരില്ലേ, മുമ്പിൽ ഒഴിഞ്ഞിട്ടാണ് ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാമി പെട്ടെന്ന് സ്റ്റേജിൽ വന്നു. അതില് ലൈറ്റ് ഇല്ല, സ്വാമിയുടെ കൂടെ ആരുമില്ല. എല്ലാവർക്കും നല്ല ദർശനം കിട്ടി. മുന്നിലൊന്നും ആരുമില്ല. സ്വാമി 2 മിനിറ്റ് നിന്ന് മടങ്ങിപ്പോയി. ആരോടും ഒന്നും പറഞ്ഞില്ല. സ്വാമി പോയ ഉടനെ ഈ മാതാജി വന്ന് സോറി പറഞ്ഞ് ഞങ്ങളെ മുന്നിൽ കൊണ്ടിരുത്തി. അതും സെക്കൻഡ് റോ സെന്ററിന്ന്. ഇത് നമുക്ക് ആലോചിക്കാൻ പറ്റിയിരുന്നില്ല. അത്ഭുതം, സന്തോഷം, എന്താ അറിയില്ല, എന്തൊക്കെയോ ആ സമയത്ത് ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് അവസാനമായിട്ട് ഇത്രയും മുന്നിലിരുന്ന് സ്വാമി ഊഞ്ഞാല് ഇരുന്ന് ആടുന്നത് സുഖമായിട്ട് കണ്ടു. അമ്മ ശരിക്കും നല്ലപോലെ കണ്ടു എന്ന് പറഞ്ഞു. മാതാജിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് മനസ്സ് മാറി, സ്വാമി എന്താ ചെയ്ത് ഒന്നും ഞങ്ങൾക്കറിയില്ല. അമ്മയുടെ ഭക്തി കൊണ്ട് ഇപ്പൊ എത്രയായിരിക്കും ഇത് സാധ്യമായത്. കുറെ കാലം കഴിഞ്ഞ് അമ്മയുടെ 84ാം പിറന്നാളിന് ഇന്റർവ്യൂ കിട്ടിയപ്പോൾ ഞങ്ങൾ മക്കൾ, മരുമക്കൾ മാത്രമല്ല റിലേറ്റീവ്സ് എല്ലാം, പേരക്കുട്ടികള് കുറെ പേരുണ്ടായിരുന്നു. അമ്മയ്ക്ക് അപ്പൊ കണ്ണൊട്ടും കാണില്ല. സ്വാമി കൈ പിടിച്ച് സ്വാമിയുടെ ചെയറിന്റെ അടുത്തൊരു സോഫയിൽ അമ്മേനെ പിടിച്ചിരുത്തി. സ്വാമി അമ്മ സ്വാമിയുടെയും കൈ തലോടി കൊണ്ടേ ഇരുന്നിരുന്നു. ഇന്റർവ്യൂ റൂമിൽ അമ്മ ഒരു യോഗിനിയാണ് എന്നാണ് സ്വാമി ഞങ്ങളോട് പറഞ്ഞത്. ഇനി സമയം ഉണ്ടെങ്കിൽ ഒരു ചെറിയ ഇതും കൂടി. ധാരാളം സമയമുണ്ട്, ശാരദ പറഞ്ഞോളൂ. സ്വാമി കാണിച്ചു തരുന്ന എന്നോട് പറഞ്ഞ അനുഭവം പറയൂ. ഡൽഹിയില് പ്രത്യക്ഷപ്പെട്ടത്. അതൊന്നും ഞാൻ എഴുതിയിട്ടില്ല. ഇഷ്ടമുള്ളത് പറഞ്ഞോളൂ സാരം. സ്വാമി കാണിച്ചു തരണ ഒരു സ്വപ്നം. അത് സ്വപ്നമല്ല, നേരിട്ട് പറയാനും എല്ലാവരും പറയാറുണ്ടായിരുന്നു. അതും കൂടി പറയാം. ഞങ്ങൾക്ക് ആശ്രമത്തിൽ വീട് കിട്ടിയപ്പോൾ WC തേറ്റ് സ്വാമി വരുമ്പോൾ ഇരിക്കുവാൻ സമയമുണ്ട് കേട്ടോ. 19 ആയുള്ളൂ. 25, 22 വരെയൊക്കെ പറയാം. പറഞ്ഞോളൂ. സ്വാമി വരുമ്പോ ഇരിക്കാൻ ഒരു ചെയർ വാങ്ങി തയ്യാറാക്കി വെച്ചിരുന്നു. പണ്ടൊക്കെ പുതിയ റൂം കൊടുത്തു കഴിഞ്ഞാൽ സ്വാമി വരാറുണ്ടായിരുന്നു അത്രേ. അതുകൊണ്ട് ഞങ്ങൾ WC തേറ്ററിൽ ഫുൾ ലൈന് അന്നാണ് അലോട്ട് ചെയ്തത്. എല്ലാവരും സ്വാമി വരുന്ന വിചാരിച്ച് കാത്തിരുന്നിട്ടും ഉണ്ടാവും. പക്ഷെ സ്വാമി വന്നില്ല. ഞങ്ങൾ ആ ചെയർ ഉപയോഗിക്കാതെ വെച്ചിരുന്നു. ഞാനപ്പോൾ പുട്ടപ്പർത്തിയിലായിരുന്നു. നവംബറിലാണ് ബർത്ത്ഡേക്ക് പോയതാ തോന്നുന്നു. അപ്പൊ എനിക്ക് ഡൽഹിക്ക് മടങ്ങാൻ എനിക്ക് ടിക്കറ്റ് എടുക്കണം. ഏതായാലും ഞാൻ ഒരു ദിവസം സ്വപ്നം കണ്ടു. സ്വാമി വാങ്ങിയ ചെയറിൽ ഞാൻ പുട്ടപ്പർത്തി ഞാൻ അവിടെ ഇരിക്കുമ്പോൾ സ്വാമിക്ക് വാങ്ങിയ ചെയറിൽ സ്വാമി ഇരുന്നു. ഞാൻ കിടക്കണ കട്ടിലിന്റെ അടുത്ത്. ഞാൻ വേഗം പാദം കഴുകിച്ചു. പാദ നമസ്കാരം എടുത്തു. അത് കഴിഞ്ഞ് സ്വാമി എന്തൊക്കെയോ പറയുന്നുണ്ട്. കുറച്ചു നേരം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡൽഹിക്ക് പോണ്ട, 2nd, 4th, 6th ഈ 3 ഡേറ്റും പറഞ്ഞു. ഇത് രണ്ടും എനിക്ക് ഓർമ്മയുള്ളൂ.
തൊട്ട മുറിയിൽ അമ്മ, മൂത്ത സിസ്റ്റർ, ഹസ്ബൻഡ് എല്ലാവരും ഓർമ്മയുണ്ട്. അവരാരും സ്വപ്നത്തിലില്ല. ഈ 3 ഡേറ്റ് എന്താ നടക്കാൻ പോകുന്നത് എന്നൊക്കെ ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. ഒരാൾ പറഞ്ഞു 2ഉം 4ഉം 6ഉം 6ഉം 12 ഒരു കൊല്ലത്തിന് ഇവിടുന്ന് പോകരുതെന്നാ പറഞ്ഞത്. അങ്ങനെയൊക്കെ ആയി. പക്ഷെ ഉണർന്നപ്പോൾ ഏതായാലും ഒന്നും ഓർമ്മയില്ല. പോകണ്ടെന്ന് പറഞ്ഞതും ഡേറ്റ് നല്ല ഓർമ്മയുണ്ട്. ഏതായാലും സ്വപ്നത്തിൽ കാണിച്ചതല്ലേ ഇപ്പോൾ പോകണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. അത് കഴിഞ്ഞ് അതെല്ലാം മാർക്കും ചെയ്തു അതിനെ പറ്റിയിട്ട്. ടിക്കറ്റ് ഇത് സ്വപ്നം കാണുകൊണ്ട് ടിക്കറ്റ് കൊടുത്തില്ല. ഞങ്ങൾ അങ്ങനെ അതിനെപ്പറ്റി മറന്നു. ഞങ്ങളുടെ ഒടുക്കത്തെ ബ്രദർ ശിവദാസ്, സ്വാമിയുടെ മുമ്പിൽ പാടിയിരുന്ന ആള്, സുഖമില്ലാതെ ഒരു ചെക്കപ്പിന് മദ്രാസിൽ പോയിരുന്നു. ക്യാൻസർ ആണ്, ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷെ സ്വാമി കീമോ ഓപ്പറേഷൻ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. മദ്രാസിൽ നിന്ന് നേരിട്ടാണോ അതോ എറണാകുളത്ത് പോയിട്ടാണോ അറിയില്ല, പുട്ടപ്പുറത്തേക്ക് ഏതായാലും വന്നു. സ്വാമി ദർശനം കൊടുത്ത് പാദ നമസ്കാരം കൊടുത്ത് നാട്ടിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും അമ്മ അടക്കം സന്തോഷിച്ചു. എല്ലാം ശരിയാവുമെന്ന് മനസ്സിൽ കരുതി. കേരളത്തിലെത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ വളരെയധികം അടിയായി. ദേഹം നീര് വന്നു. വിഭൂതി അല്ലാണ്ട് മരുന്നൊന്നും കഴിക്കില്ല. അമ്മയോട് വിവരം പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു പുട്ടപ്പുറത്തേക്ക് തന്നെ വരാൻ പറഞ്ഞു. പിന്നെ പുട്ടപ്പുറത്തിയിലെത്തി. പിറ്റേ ദിവസം ദർശനത്തിന് വീൽ ചെയറിലാണ് കൊണ്ടുപോയത്. സ്വാമി പാദം പൊക്കി കാണിച്ച് പാദ നമസ്കാരം കൊടുത്തു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. സ്വാമിയുടെ ഹോസ്പിറ്റലായ ശേഷം മെഡിസിൻസ് എടുക്കാൻ തുടങ്ങി. സ്വാമി പറഞ്ഞതല്ലേ. ഏതായാലും സ്വാമി തന്നെ ഡോക്ടർ ആൽഡ്രിയെ സ്വാമിയുടെ കാറിൽ ഹോസ്പിറ്റലിൽ ഇറക്കി ചെക്കപ്പ് ചെയ്ത് സ്വാമിയോട് വിവരം പറയാൻ പറഞ്ഞു. പിന്നെ ഇനി അധികം വിസ്തരിക്കുന്നില്ല. ഒരാഴ്ചയോളം അവിടെ കടന്നുവെന്നാണ് ഓർമ്മ. ജൂൺ 2 സ്വാമി പറഞ്ഞു ക്യാൻസർ അല്ലേ, എന്താ ചെയ്യാ എന്ന് പറഞ്ഞു. ജാനുവരി 2 സ്വാമി ക്യാൻസർ അല്ലേ, എന്താ ചെയ്യാ എന്ന് പറഞ്ഞു. ഡോക്ടർ വിവരം ഞങ്ങളെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ സ്വാമി ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട്. അതായത് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു അർത്ഥം, പോവാന്റെ സമയമായി എന്നുള്ളത്. പക്ഷെ സെക്കൻഡിനെ പറഞ്ഞപ്പോൾ സിസ്റ്റർക്ക് പെട്ടെന്ന് എന്റെ സ്വപ്നം ഓർമ്മ വന്നു. സ്വപ്നത്തെ കണ്ട മാറ്റത്തിന് സെക്കൻഡിന് സ്വാമിയുടെ അറിയിപ്പ്, 4th മരണം, 6 സഞ്ചയനം. ഈ 3 ഡേറ്റും കറക്റ്റായിട്ട് വന്നു. എന്നെ ഡൽഹിക്ക് പോണത് മുടക്കി. പർത്തീതനെ വെച്ചു. ബ്രദറ്, കസിൻസ് എല്ലാവരും വന്നു. ഏഴ്ത്തി അമ്മയുടെ അടുത്ത് ഞാൻ ഹോസ്പിറ്റലുമായിരുന്നു. അങ്ങനെ സ്വപ്നം ഫലിച്ചു. 1 മാസം മുമ്പ് എല്ലാം സ്വപ്നത്തിൽ കാണിച്ചു തന്നു. ഈ ബ്രദറിന്റെ മരണം മുൻകൂട്ടി അറിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തായാലും വിഷമം ആലോചിക്കാൻ വയ്യ. അതുകൊണ്ട് എല്ലാം സ്വാമി സ്വപ്നത്തിൽ പറഞ്ഞെങ്കിലും ഉണർന്നപ്പോൾ ഒന്നും ഓർമ്മയില്ല. എല്ലാം മറപ്പിച്ചു. ഞാൻ ഡൽഹിക്ക് പോവാതിരിക്കാൻ ഡേറ്റ്സും പോകണ്ടെന്ന് മാത്രം ഓർമ്മിപ്പിച്ചു. അങ്ങനെ ചില അനുഭവങ്ങള് സ്വാമിയുടെ. മതിയാ മതിയാ. ഡൽഹിയില് വെള്ളം കുടിക്കാൻ പോയപ്പോ അത് ഞാൻ എന്റെ 2 കുട്ടികളും, ഒരാള് ഒക്കത്താണ്, മറ്റേ ആൾക്ക് 1 വയസ്സ് 4 വയസ്സ് 4.5 വയസ്സായിട്ടുണ്ടോ മൂത്ത ആൾക്ക്. അത്രയുണ്ട്. ആ സമയത്താണ് ഒരു ഇഞ്ചക്ഷൻ, കുട്ടികൾക്കൊക്കെ ഇഞ്ചക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും, അവരുടെ കുട്ടികളും സെയിം ആണ്. ഒരാൾ ഒക്കത്തും ഒരാൾ കൈ പിടിച്ചിട്ടും. ഈ കൈ പിടിച്ച ആൾക്കാണ് ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടത്. ഒക്കത്തുള്ള ആൾ 1 വയസ്സൊന്നും ആയിട്ടില്ല, ചെറിയ ആളാണ്. അങ്ങനെ ഞങ്ങള് പോയി. ഇവിടെ കുറച്ച് ദൂരമുണ്ട് അവിടെ. അപ്പൊന്നും ഓട്ടോ കിട്ടില്ല, ഓട്ടോ അന്വേഷിക്കാറുമില്ല. അന്നൊക്കെ നടക്കണേന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അത് നടന്ന് ഞങ്ങൾ പോയി ഇഞ്ചക്ഷനൊക്കെ കൊടുത്തു. ഇഞ്ചക്ഷൻ കൊടുത്ത ഇതിന്റെ പുറത്ത് വെയിറ്റ് വരെ എത്തിയിട്ടുള്ളൂ. അപ്പൊ ഈ മൂത്ത ആൾക്ക്, ഇഞ്ചക്ഷൻ കൊടുത്ത ആൾക്ക് വെള്ളം എന്ന് പറയാൻ തുടങ്ങി. പിന്നെ ഒരടി നടക്കാൻ വയ്യ. അവിടെ ഇരുന്നു. എനിക്ക് മറ്റേ ആളെ ചോട്ടിൽ വെക്കാൻ ഒക്കത്തെടുക്കണം. ഇയാളെ പിടിച്ച് എങ്ങനെ കൊണ്ടുപോകണ്ടെന്ന് അറിയില്ല. ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ 10 പൈസ ഇല്ല, 2 പേരുടെയും കയ്യില് 10 പൈസ. വെള്ളം കൊടുക്കണമെങ്കിൽ റോഡില് പൈസക്ക് കൊടുക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ പിടിച്ച് ഇതാക്കി റോഡിന്റെ ഒരു അരുക്ക് എത്തിയപ്പോ ഏതൊരാള് വന്നിട്ട്, ആരാന്ന് തന്നെ അറിയില്ല, അത്ര നല്ല നീറ്റ് ഡ്രസ്സും ഒന്നുമല്ല, എന്നാ പ്രവൃത്തിക്കാരും അല്ല, അങ്ങനെ ഒരു ഡ്രസ്സിൽ വന്നിട്ട് കുട്ടിക്ക് വെള്ളം വേണമെന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് ഭയങ്കര മനസ്സിന് ഇതാവും, വെള്ളം കൊടുക്കൂലോ എന്ന്. അതിലിട്ട് ഞാൻ പറഞ്ഞു പൈസ ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. പൈസ ഇല്ല പറഞ്ഞു. സാരല്ല, ഞാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് മൂത്ത ആളെ, നന്ദേശ്വറിന്റെ പേര്, നന്ദേശ്വറിനെ കൊണ്ടുപോയി. 2 മിനിറ്റായി, 3 മിനിറ്റായി, 5 മിനിറ്റായി, കുട്ടിയില്ല, ആളുമില്ല. അപ്പൊ അതിലേറെ പേടിയായി.
അത് കുട്ടീനെ കൊണ്ടുപോയോ ഒന്നും അറിയില്ല. എന്നിട്ട് ഞങ്ങളൊന്ന് റോഡ് കുറച്ച് ക്രോസ് ചെയ്ത് നോക്കി. അപ്പോഴേക്കും അയാള് കുട്ടീനെയും കൊണ്ട് ഓടി വരുന്നുണ്ട്. അപ്പൊ അയാള് പറഞ്ഞു 3-4 ബോട്ടിൽ, കുറച്ച് ദൂരെ കിട്ടിയുള്ളൂ, 3-4 ബോട്ടിൽ ഗ്ലാസ് വെള്ളം കുടിച്ചു, അതാണ് ലേറ്റ് ആയത് പറഞ്ഞു. എനിക്ക് കുട്ടിയെ കണ്ടപ്പോ തന്നെ അതിനങ്ങോട്ട് പിടിച്ചിട്ട് അങ്ങോട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് നിന്നു. അയാളോട് താങ്ക്സ് പറയുമ്പോ ആളുമില്ല, ഒന്നുമില്ല. അയാൾക്ക് റോഡ് ക്രോസ് ചെയ്യാണ്ട് എവിടേക്കും പോകാനും പറ്റില്ല, എവിടേക്കും പോകാൻ പറ്റില്ല. പക്ഷെ ആളില്ല, ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ പതുക്കെ നടന്ന് വീട്ടിലേക്ക് വന്നു. അതാണ് ഏറ്റവും ഫസ്റ്റ്. ഭഗവാൻ വന്ന് വെള്ളം കൊടുത്തു. സൈറാം. സൈറാം മതിയാ? എന്താ അടുത്തതെന്താ? അല്ലേ? ప్రియమైన విద్యార్థులారా, dear students, మానవ జీవితానికి ప్రవర్తనే ప్రధానమైన సూత్రం. Good conduct is a basic rule for a human life. ఈ ప్రవర్తనకు గుణము ఆధారం. The basis for good conduct is good qualities, virtues. గుణముతో చేరిన ప్రవర్తననే స్వభావం అంటారు. Conduct associated with good virtues is real swabhava. Is natural feeling, swabhava. It is natural human character. మానవుడు మరణించిన తర్వాత కూడా మార్పు చెందనటువంటిది ఈ స్వభావం. This character is such that it would never come to an end even after man's death. ശാരദ ഒരു ഭജൻ പാടിക്കോളൂ. സനാതന സാരഥേ സായേശാ സർവോത്തമ ഗുണനിധേ സർവേശ. സനാതന സാരഥേ സായേശാ സർവോത്തമ ഗുണനിധേ സർവേശ. രാം സായി രാം സായി രാം 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 സായി രാം സായി രാം രാം. സുരമുനി വന്ദിത സാധുജന പോഷിത, സുരമുനി വന്ദിത സാധുജന പോഷിത സർവജനാശ്രയ സായേശാ. സർവജനാശ്രയ സായേശാ. സദ്ഗുരുദേവാ സച്ചിദാനന്ദ, സദ്ഗുരുദേവാ സച്ചിദാനന്ദ. സാഷ്ടാംഗ ശരണം മമ ഗുരുദേവാ, സാഷ്ടാംഗ ശരണം മമ സായി ദേവ. രാം സായി രാം സായി രാം 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 സായി രാം സായി രാം രാം. നാതന സാരഥേ സായേശാ സർവോത്തമ ഗുണനിധേ സർവേശ. പുരമുനി വന്ദിത സാധുജന പോഷിത സർവജനാശ്രയ സായേശാ. സദ്ഗുരുദേവാ സച്ചിദാനന്ദ, സാഷ്ടാംഗ ശരണം മമ ഗുരുദേവാ, സാഷ്ടാംഗ ശരണം മമ സായി ദേവ. രാം സായി രാം
സായി രാം 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 സായി രാം സായി രാം രാം സനാതന സാരഥേ സായേശാ സർവോത്തമ ഗുണനിധേ സർവേശ. സായിരാം, എല്ലാം ഭംഗിയായി ശാരദ. സായിരാം കുട്ടേട്ടനൊന്ന് വീഡിയോ ഓൺ ചെയ്തിട്ടേ ഒരു നവരാത്രി ആശംസകൾ എന്തെങ്കിലും പറയോ? സായിരാം കുട്ടേട്ടൻ കേൾക്കുന്നുണ്ടോ? കേക്കുന്നുണ്ട്. അത് വീഡിയോ ഓൺ ചെയ്യാൻ എനിക്ക് അറിയില്ല. എന്നാ വേണ്ട, അല്ലാതെ പറഞ്ഞാ മതി. കുട്ടികള് നവരാത്രി ഓരോ കൊല്ലത്തെ നവരാത്രിയും ആലോചിക്കുന്ന സമയത്ത് എത്രയോ കാലം നവരാത്രിക്ക് റെഗുലറായിട്ട് ഞങ്ങൾ ഇവിടെ വരാറില്ല എന്നുണ്ടെങ്കിലും കൂടി ഒരുപാട് നവരാത്രികൾ എന്താ പറയുക വിറ്റ്നസ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം തന്നിട്ടുണ്ട്. അധികം പൂർണ്ണചന്തയിലും അന്നൊക്കെ ഈ കുളുന്താളൊന്നും ഉണ്ടായിരുന്നില്ല പൂർണ്ണചന്തയിൽ. അപ്പോൾ ഈ നവരാത്രി, ഈ ശിവരാത്രി ദശമി ദിവസം ഈ വിഭൂതി എന്താണ് അഭിഷേകം ഉണ്ടാവും. അപ്പോൾ ഞങ്ങളൊക്കെ ഫ്രണ്ടിലായിരിക്കും ഇരിക്കുക. രാജാറെഡ്ഡിയും മോഹൻ റാവു ഞങ്ങളൊക്കെ ഫ്രണ്ടിലായിരിക്കും. അന്ന് കുട്ടികളും കൂടി കോളേജും കൂടി തുറക്കാത്തൊരു കാലമായിരുന്നു. 80-ന്റെ മുമ്പേത്തെ വർത്തമാനം, 70s-ലൊക്കെ. അപ്പൊ ആ സമയത്ത് വിഭൂതി അങ്ങനെ ധാരാളം വന്നിട്ട് വീണ സമയത്ത് ഒരുപാട് നവരത്നങ്ങളൊക്കെ ഞങ്ങളുടെ മടിയിലും അവിടെയൊക്കെ വീണ് കിടക്കും. നവരാത്രിയുടെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് പറയാണ്. അങ്ങനെ അത് എന്താ പറയുക, ഒരു അനുഗ്രഹമായിട്ട് നമുക്ക് ഭഗവാന്റെ ഇന്ന് കിട്ടിയിട്ടുള്ളൊരു അവസരങ്ങൾ ഓർക്കുകയാണ് ചെയ്യുന്നത് നവരാത്രി കാലത്ത്. അന്നും അതെ, ഈ സ്വാമി ഇപ്പോഴത്തെ വെച്ചാൽ സ്വാമിയുടെ 2011 വരെയൊക്കെ എങ്ങനെയായിരുന്നു വെച്ചാൽ കസേല ആ ഒരു ഹാഫ് സർക്കിളിൽ ഇരിക്കുകയായിരുന്നു. പക്ഷെ പണ്ട് അങ്ങനെയല്ല. വല്ല പ്രോഗ്രാം ഉണ്ടെങ്കിൽ സ്വാമി ഞങ്ങളുടെ അവിടെ വന്നിട്ടായിരിക്കുക. ഞങ്ങൾ ഈ ഭജന അങ്ങനെയുള്ള ആ ചെറിയൊരു ഇതിൽ ഇരിക്കും. പിന്നെ കുട്ടികൾ വന്നതിന് ശേഷം അങ്ങനെ തന്നെയായിരുന്നു. പിന്നെയാണ് ഈ സെക്യൂരിറ്റി റീസണിൽ സ്വാമി ഹാഫ് സർക്കിളിലൊക്കെ ഇരുന്നിരുന്നത്. അപ്പോൾ ആ സമയത്ത് സ്വാമി പലതും നമുക്ക് പറഞ്ഞു തന്നിരുന്നു. പക്ഷെ അതൊന്നും ഇപ്പോൾ ഒരു ഓർമ്മ കിട്ടുന്നില്ല. എന്തൊക്കെയാണ് ഒരേ ഒരു ഓർമ്മ, ഇതൊക്കെ അയവറക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഇപ്പം ചെയ്യുന്നത്. സത്യം പറയാച്ചാൽ എത്രയോ സുവർണ അവസരങ്ങൾ സ്വാമി നമുക്ക് നേരിട്ട് തന്ന് അതിനെപ്പറ്റി ചിന്തിച്ചിട്ടും മനനം ചെയ്തിട്ടും നമ്മളിന്ന് ജീവിതം ആനന്ദത്തോടു കൂടി കഴിയാണ്. ഇപ്പോഴും ഞാൻ 10-13 അല്ല ഈ പുട്ടപ്പുറത്തേക്ക് സ്വാമി പറഞ്ഞിട്ട് ഇവിടേക്ക് വന്നിട്ട് ഇപ്പം ഇവിടെ തന്നെയാണ്. ഇതൊക്കെ മനനം ചെയ്യലാണ് ഇപ്പം ചെയ്യുന്നത്. ശരിക്കും പറയാച്ചാൽ വളരെ സന്തോഷമായി. എല്ലാവരുമായിട്ട് എന്താ പറയുക, ഒരു മിനിറ്റ് സംസാരിക്കാൻ ഇട വന്നത് വളരെ സന്തോഷം. സായിരാം ചേട്ടാ. ആക്ച്വലി ഞങ്ങൾക്കാണ് സന്തോഷം. കാരണം ആ കാലത്ത് നടന്ന സംഭവങ്ങളൊന്നും നമുക്ക് അറിയില്ലല്ലോ. അന്ന് കുട്ടേട്ടനും പിന്നെ 2-3 രാജാറെഡ്ഡി അങ്ങനെ 3-4 പേര് പാട്ടുകാരല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതെന്തൊരു ഭയങ്കരമായ അനുഗ്രഹവും അതാണ്. അപ്പൊ അതൊക്കെ ഞങ്ങള് ഇപ്പൊ ഈ തലമുറയിലുള്ളവർക്ക് അറിയണമെങ്കിൽ കുട്ടേട്ടനെ പോലുള്ളവർ പറഞ്ഞാലല്ലേ അറിയാൻ പറ്റുള്ളൂ. താങ്ക് യു സോ മച്ച്. സായിരാം. സായി ഉപമ: ഈശ്വര സ്മരണയോടുകൂടി സാധന ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? ദിവ്യമായ ജീവിതം നയിക്കുന്ന ഒരാൾ ദിവ്യമായ ആനന്ദം അനുഭവിക്കുന്നു. അയാൾ എല്ലായ്പ്പോഴും ആനന്ദത്തിലായിരിക്കും. അയാളുടേത് ശരിയായ ആനന്ദമാണ്. അതുകൊണ്ട് ഓരോരുത്തരും താൻ ഈശ്വരന്റെ ഒരു സ്ഫുലിംഗമാണ്, അതായത് ഒരു തീപ്പൊരിയാണ് എന്ന് അറിയണം. ഈശ്വരൻ തന്റെ ഹൃദയത്തിൽ വസിക്കുന്ന ആളാണ്. ഓരോരുത്തരും അത് തിരിച്ചറിയണം. ഒരിക്കൽ തന്റെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ട് അർജുനൻ മനസ്സിൽ വളരെ ദുഃഖത്തോടുകൂടി ശ്രീകൃഷ്ണനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ശ്രീകൃഷ്ണനിൽ ദൃഢവിശ്വാസമുള്ള ആളായിട്ടും എനിക്കിങ്ങനെ സംഭവിക്കുന്നത് എന്ന്.
അപ്പോൾ ഈശ്വരനെ ഒരുവന് ആവശ്യമുള്ളപ്പോൾ മാത്രവും വല്ലപ്പോഴും ഓർമ്മിച്ചാൽ പോരാ എന്ന് ശ്രീകൃഷ്ണൻ വിശദീകരിച്ചു. ഈ വിധത്തിലുള്ള ഈശ്വര സ്മരണ സൗകര്യവും കാര്യസാധ്യവും നോക്കി ചെയ്യുന്നതാണ്. അനുസ്മരണ, അതായത് നിരന്തരമായ നാമസ്മരണ. അതാണ് വിഷമങ്ങളും ആകാംക്ഷകളും ഇല്ലാതെയാക്കുവാൻ ഒരു ഭക്തൻ ചെയ്യേണ്ടത്. എല്ലാവരും എല്ലാ അവസരങ്ങളിലും എല്ലാ കാലത്തും സ്മരണ പുലർത്തുക എന്നതാണ് അനുസ്മരണ. അർജുനൻ ചില പ്രത്യേക അവസരങ്ങളിലും പ്രത്യേക ഉദ്ദേശത്തോടും കൂടി മാത്രമാണ് ഈശ്വര സ്മരണ ചെയ്തിരുന്നത്. അത് ശരിയായ രീതിയല്ല. നിങ്ങൾ എന്നെ നിരന്തരം സ്മരിക്കുകയാണെങ്കിൽ ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളുടെ സമീപത്ത് തന്നെ ഉണ്ടാകും എന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞു. ഏതു തരത്തിലുള്ള കുരുക്കിൽപ്പെട്ടാലും ഈശ്വര നാമസ്മരണയിൽ മുഴുകുന്ന ഒരാൾക്ക് അതിൽ നിന്നും സ്വതന്ത്രനാകുവാൻ സാധിക്കും. ജയ സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഒരു സെക്കൻഡ് സമസ്തലോക പറഞ്ഞെങ്കിലും കുട്ടേട്ട ഒരു ചെറിയ ഏതെങ്കിലും ഒരു ചെറിയ ഗാനത്തിന്റെ 2 വരി ഒന്ന് പറയാമോ? എന്താ വേണ്ടേ? ഹലോ സായിരാം. ഏതെങ്കിലും ഒരു പാട്ടിന്റെ ഭജനയുടെ 2 ഒന്ന് പാടാമോ? ഓ ഓ ഓ. മധുര മധുരം മുരളീ ഘനശ്യാമ മധുരാധിപതേ രാധേശ്യാമ മധുരാധിപതേ രാധേശ്യാമ ശൂരദാസ് പ്രഭു हे गिरिधारी शूरदास प्रभु हे गिरिधारी मीरा के प्रभु हृदय विहारी मीरा के प्रभु हृदय विहारी मधुर मधुर मुरली घनश्यामा मधुराधिपते राधेश्यामा शूरदास प्रभु हे गिरिधारी मीरा के प्रभु हृदय विहारी मीरा के प्रभु हृदय विहारी मधुर मधुर मुरली घनश्याम. ഭഗവാന് ജയും കൂടെ പറഞ്ഞോളൂ. जय बोलो भगवान श्री सत्य साई बाबा जी की जय. ജയ് സായിരാം. സായിരാം.